ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്ന എല്ലാവരും? അമ്മക്കൂടിലേക്ക് പോന്നോളൂ. ഇന്ന് നമുക്കൊരു പുതിയൊരു ഐറ്റം പരിചയപ്പെടാം. ഒരു അടിപൊളി റെസിപ്പിയാണ്. ചുരക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ചുരക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് പകുതിയാണ്. അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം അതിൻ്റെ അകത്തത്തെ കുരുവെല്ലാം ഇങ്ങനെ സ്പൂൺ കൊണ്ടാണ് ഞാൻ എടുത്ത് കളയുന്നത്. അതാകുമ്പോൾ പെട്ടെന്നാവും. ഞാൻ ആ ചുരക്കയുടെ കൂടെ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ എടുക്കത്തില്ല, ഒരല്പം മാറ്റി വയ്ക്കും, കാരണം അത്ര എൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ ഒരാളല്ലേ ഉള്ളൂ. ഇനി ഈ ചുരക്കയെ നമുക്ക് ചെറുതായിട്ട് അരിയണം. തീരെ പൊടിയായിട്ടുമല്ല, എങ്കിലും ഒരുപാട് വലുതായിട്ട് വരികരുത്. ഈ ഒരു പരുവത്തിന് കണ്ട. പിന്നീട് ക്യാമറ ഇങ്ങനെ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തോന്നും, പക്ഷേ ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞാൽ മതി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഉണ്ടല്ലോ, ഞാനിവിടെ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എന്നെ കളിയാക്കും. കാരണം ഞാൻ എപ്പോൾ പച്ചക്കറി എടുക്കാൻ പോയാലും ഞാൻ എടുക്കുന്നത് ഈ ചുരക്കയാണ്. ഇവിടെ ഉള്ളൊരു കതു എന്നാണ് പറയുന്നത് ഈ ചുരക്കയ്ക്ക്. എന്നെ കാണുമ്പോഴേ പറയും, കതു എടുക്കാൻ ആൾ വന്നിട്ടുണ്ടെന്ന് പറയും. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന പൈസ എല്ലാം നമ്മളിവിടെ ചിലവാക്കണം. എനിക്ക് ചെറിയൊരു ശമ്പളത്തിലുള്ള ജോലിയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കതുവിന് എപ്പോഴും പൈസ കുറവാണ്, അതുകൊണ്ടാണ് ഈ ചുരക്ക എടുക്കുന്നത്. സവാള 2 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ആ സെയിം അതേപോലെ ചെറിയ ക്യൂബായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. 2 സവാളനെ അങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 8 പച്ചമുളക് എടുക്കാം. ഇതധികം എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 10 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകൊക്കെ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 4 വെളുത്തുള്ളി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇതേപോലെ ക്രഷാക്കിയാൽ മതി. ഇനി പതിവ് പോലെ നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. എന്നിട്ട് എന്തൊഴിച്ചു കൊടുക്കുന്നു? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത്, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത്, ഒരല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കും. പിന്നീട് 4 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പില, സ്വന്തം കറിവേപ്പില, അതും ഒരു 2 തണ്ട് കറിവേപ്പില ഊരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാളയെ ചേർത്ത് വഴറ്റി കൊടുക്കും. നന്നായി വഴറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഉപ്പ് ചേർക്കത്തില്ല, കാരണം ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴേ ചേർത്ത് കൊടുക്കും. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ ഞാനും നോക്കിയപ്പോൾ നേരാണ്, സവാള വഴന്ന് കിട്ടുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ. ഇനി എന്താ ചെയ്യുന്നതെന്നറിയാമോ? നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചുരക്ക കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ അത്രയും മഞ്ഞൾപ്പൊടിയൊക്കെ മതി. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആ എണ്ണയിലും ഈ ചുരക്കയുടെ വെള്ളത്തിലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് കൂട്ടിയൊക്കെ വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. ക്രഷ് ചെയ്തെടുത്ത പച്ചമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കട്ടെ. വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ പച്ചമുളകിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം മീഡിയം പരുവത്തിലാണ് കിടക്കുന്നത്. കുറച്ച് നേരം കൊണ്ട് ഞാൻ മീഡിയത്തിലാണ് തീ ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കണം. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഒന്നുകൂടെ മൂടി തുറന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കും. ഇനിയാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർക്കാം. നിങ്ങൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, ഈ വഴറ്റിയ കഷ്ണത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക്
തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലതുപോലെ തിളച്ച് വറ്റി കുറുകി വരണം. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലും ചുരക്കിയും മറ്റുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. വളരെ രുചികരമായ ചുരക്കക്കറിയാണിത് കേട്ടോ. ചുരക്ക വഴറ്റിയത്, തേങ്ങാപ്പാലിൽ വഴറ്റിയെടുത്ത ചുരക്കക്കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. വളരെ രുചികരമായ ചുരക്കക്കറിയാണ് കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുരക്കക്കറി തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അധികം സമയമൊന്നും വേണ്ട. നല്ല കുറുകുറാന്നിരിക്കുന്ന, നല്ല കൊഴുകൊഴാന്നിരിക്കുന്ന അടിപൊളി സൂപ്പർ ഡിഷാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. മെയിനായിട്ട് ഞാൻ ചോറിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. പിന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചപ്പാത്തി, അതുപോലെ തന്നെ വെള്ളയപ്പം, അങ്ങനെയുള്ള പലഹാരത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാം. എടുത്ത് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്കും ഇതിഷ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചോറും ഒരു കഷ്ണം മീൻ വറുത്തതും അതുപോലെ തന്നെ ഒരു സ്പൂൺ കടുകുമാങ്ങ അച്ചാറും കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കണം. വല്ലാത്തൊരു ഫീലിംഗാണിത്. കഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞ് അങ്ങ് ബോറാക്കുന്നില്ല, ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.